എളുപ്പത്തിൽ ലോൺ വേണോ? ഒരു സെൽഫി എടുത്തയക്കൂ. സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം വായ്പാ ചൂണ്ടകളിൽ കുരുങ്ങുന്നവരുടെ എണ്ണം കുത്തനെ ഉയരുകയാണ് നമ്മുടെ നാട്ടിൽ. സെൽഫിക്കൊപ്പം പാൻ കാർഡിന്റെയും ആധാർ കാർഡിന്റെയും പകർപ്പയച്ചാൽ നിമിഷങ്ങൾക്കകം ലോൺ പാസാക്കി തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. ഇതാണ് ഇരകളുടെ എണ്ണം കൂടാനുള്ള കാരണം. മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മതിയെന്നും ഈട് നൽകേണ്ടതില്ല എന്നുമുള്ള വാഗ്ദാനത്തിൽ മയങ്ങിയാണ് പലരും ഈ വായ്പാ കെണികളിലേക്ക് ചാടുന്നത്. തവണകൾ മുടങ്ങുകയോ മറ്റോ ചെയ്താൽ ഫോണിലൂടെയും നേരിട്ടും ഈ ഭീഷണികൾ വന്നു തുടങ്ങും. പ്രതിമാസ തവണ വളരെ കൃത്യമായി അടച്ചാലും യഥാർത്ഥ ലോൺ തുകയുടെ 10 ഇരട്ടിയിലേറെ ഇവർ ഊറ്റിപ്പിഴിഞ്ഞെടുക്കുകയും ചെയ്യും. ഊരിപ്പോകാൻ കഴിയാത്ത വിധം പലിശക്കെണിയിൽ കുടുങ്ങിയ പലരും ആത്മഹത്യയുടെ വക്കീലുമാണ്. ഹൈ5 ഇന്ന് ഈ വിഷയമാണ് ആദ്യം ആധികാരികമായി പരിശോധിക്കുന്നത്. പരസ്യത്തിൽ കുരുക്കും ലോൺ ആപ്പുകൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ലോൺ ആപ്പുകളുടെ ചതിക്കുഴികൾ എന്താണ് ശരിക്കും നടക്കുന്നത്? അതിൽ നിന്നും തുടങ്ങാം. നമ്മുടെയൊക്കെ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗം അത് ഇപ്പോൾ കൂടിയ അളവിലാണ്. നേരത്തെ ഉള്ളതുപോലെയല്ല, ഇപ്പോൾ 1-2 വർഷങ്ങൾക്ക് മുൻപുള്ളതുപോലെയല്ല. ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം കൂടിയതോടെ ഇൻസ്റ്റാ ലോൺ എന്ന പേരിൽ നിരവധി മൊബൈൽ ആപ്പുകൾ തട്ടിപ്പിന് വഴിയൊരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ചിലതൊക്കെ ഈ ആപ്പുകളിൽ എല്ലാം തട്ടിപ്പാണെന്ന് പറയുന്നില്ല, ചിലതൊക്കെ നിയമാനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും പല ആപ്പുകളും തട്ടിപ്പിന് വഴിവെക്കുന്നതാണ്. ഭൂരിഭാഗവും തട്ടിപ്പ് ആപ്പുകളാണ് എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം. പ്രധാനപ്പെട്ട ഇതിലെ ചതിക്കുഴികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അമിത പലിശയും കുറഞ്ഞ ചാർജുകളുമാണ് എന്നുള്ളതാണ്. അതായത് ഈ ആപ്പുകൾ ആദ്യം കുറഞ്ഞ പലിശ വാഗ്ദാനം ചെയ്യും, പക്ഷേ പിന്നീട് ഇതിൻ്റെ പ്രോസസ്സിംഗ് ഫീ, അതേപോലെ GST, സർവീസ് ചാർജ് തുടങ്ങിയ പേരുകളിലൊക്കെ പിന്നീട് ചാർജുകൾ ഈടാക്കി തുടങ്ങും. അങ്ങനെ ഈ ചാർജുകൾ ഈടാക്കി തുക ഇതിനൊക്കെ ശേഷം ഇതെല്ലാം കിഴിച്ചതിന് ശേഷമാകും നൽകുക. 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് തിരിച്ചടയ്ക്കണം എന്നായിരിക്കും ഈ ഇൻസ്റ്റന്റ് ലോണുകളുടെ ഒരു വ്യവസ്ഥ വരുന്നത്. ഇനി രണ്ടാമത്തേത് ഡേറ്റ മോഷണമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ വിശ്വസിച്ച് ഈ ആപ്പിലേക്ക് ചെന്നു, ഇവർ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓക്കെയാണ്. അങ്ങനെ നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അങ്ങനെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലെ കോണ്ടാക്ട്സ് അതേപോലെ തന്നെ ഗ്യാലറി, അതേപോലെ ലൊക്കേഷൻ, ഇവയ്ക്കൊക്കെയും ഈ ആപ്പ് ആക്സസ് ചോദിക്കും. അപ്പോൾ നമ്മൾ അതിനെ അലോ കൊടുക്കും, ആക്സസ് കൊടുക്കും. പിന്നീട് ഇവ ഉപയോഗിച്ച് ഇതിന് നമ്മളൊരു അനുവാദം കൊടുക്കുമല്ലോ, ഈ അനുവാദം ഉപയോഗിച്ചാണ് പിന്നീടുള്ള ഈ ആപ്പുകളുടെ ഭീഷണിയും ബ്ലാക്ക് മെയിലിംഗ് പരിപാടികളും ഒക്കെ നടക്കുക. ഈ ടീമിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി തന്നെ ഹരാസ്മെൻറ്റും ബ്ലാക്ക് മെയിലിംഗ് ഒക്കെയാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു 100 രൂപയ്ക്ക് 20 രൂപ എന്ന തോതിലൊക്കെ ആകും പ്രാഥമിക ഇതിൻ്റെ മാസപ്പലിശ നിരക്ക് വരിക. 10,000 രൂപയാണ് വായ്പയായി പാസ്സാക്കുന്നതെങ്കിൽ പലിശ ഇനത്തിൽ 2,000 രൂപ ആദ്യം തന്നെ പിടിച്ച ശേഷം 8,000 രൂപ മാത്രമേ ഉപഭോക്താവിന് നൽകുകയുള്ളൂ. അതായത് ഇപ്പം ഞാനൊരു 10,000 രൂപ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ മാസത്തെ പലിശ എന്ന് പറഞ്ഞ് ഇവരൊരു 2,000 രൂപ എടുക്കും. പിന്നീട് ഒരു 8,000 രൂപ മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. മുഴുവൻ തുകയും 1 മാസത്തിനകം തിരിച്ചടയ്ക്കുകയും വേണം. ഈ 10,000 രൂപയ്ക്ക് 8,000 രൂപയെ എൻ്റെ കയ്യിൽ കിട്ടുമെങ്കിലും ഞാൻ 10,000 രൂപയും ഇവർക്ക് അടച്ചു കൊടുക്കേണ്ടി വരും. പ്ലസ് ഈ 2,000 രൂപ വെച്ചുള്ള പലിശയും അടച്ചു കൊടുക്കണം. ഈ അടവ് 1 മാസമെങ്കിലും ഒന്ന് മുടങ്ങിയാൽ വാട്സാപ്പ് വഴിയും SMS വഴിയും ഭീഷണികൾ നമുക്ക് ഓരോന്നായിട്ട് വന്ന് തുടങ്ങുകയും ചെയ്യും. പണം വൈകുകയാണെങ്കിൽ ആദ്യത്തേത് നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെയൊക്കെ ഇവർ വിളിച്ചു തുടങ്ങും, ഓരോരുത്തരായിട്ട് വിളിക്കും. പിന്നീടുള്ളത് ഈ ഫേക്ക് എഡിറ്റഡ് ഫോട്ടോസ്. നമ്മുടെ ഗ്യാലറി ആക്സസ് ഇവരുടെ കയ്യിലുണ്ടല്ലോ, അപ്പം ഗ്യാലറിയിൽ നോക്കി ഫോട്ടോകൾ എടുത്ത് അതിനെ ഈ മറ്റ് രീതിയിൽ എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ അപമാനിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ അപമാനിക്കുന്ന രീതിയിലുള്ള ഫോട്ടോകളൊക്കെ ഉണ്ടാക്കി ഇത് മറ്റ് കോണ്ടാക്ട്സുകൾക്ക് അയച്ചു കൊടുക്കും. പിന്നെ സോഷ്യൽ മീഡിയ വഴി ഈ ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിച്ച് അവരെ അപമാനിച്ച് മാനസികമായി തകർക്കും. ഇതാണ് ഇവരുടെ ഒരു മെയിൻ പരിപാടി. മറ്റൊന്ന്, ഈ നമുക്ക് പ്രധാനപ്പെട്ട ഈ ആപ്പുകളൊക്കെയും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഈ ആപ്പുകൾ പലതും ഭൂരിഭാഗവും ഫേക്ക് ആപ്പുകളാണ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതല്ലെങ്കിൽ NBFC ബാങ്ക് അല്ലാത്ത ആപ്പുകൾ, ഇതിനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം എന്നുള്ളതാണ്. ഇപ്പം നിയമപരമായ നിയന്ത്രണങ്ങൾ പാലിക്കില്ല, പരാതി നൽകിയാലും ഇവയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഈ ചെറിയ ലോൺ, അതായത് ഇപ്പോൾ നമ്മൾ 2,000 മുതൽ 5,000 പോലെയുള്ള ചെറിയ ലോൺ എടുത്താലും പെനാൽറ്റി, ഇൻട്രസ്റ്റ് കൂടി അതൊരു വലിയ തുകയായിട്ട് മാറും എന്നുള്ളതാണ് ഇതിനെ മറ്റൊരു കാര്യം. നമ്മൾ ഈ നോക്കുന്നത് ഇത് ചതിക്കെണികളാണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ്. അതായത്
നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, പ്ലേ സ്റ്റോറിൽ ആദ്യം പോയി. ഇപ്പോൾ നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറയുമല്ലോ ഇവർ, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം അവിടെ ഇതിൻ്റെ റേറ്റിംഗ് നോക്കണം. റേറ്റിംഗ് വളരെ കുറവാണോ എന്നുള്ളത് നോക്കണം. റേറ്റിംഗ് കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് വിശ്വസിക്കാം. വളരെ കുറവാണോ ഇതിൻ്റെ റേറ്റിംഗ് എന്നുള്ളത് നോക്കണം. മറ്റൊന്ന്, ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, ഇതിനൊരു വെബ്സൈറ്റ് ഉണ്ടോ, ഇതിനൊരു ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാതിരിക്കരുത്. അതിനെ ചെക്ക് ചെയ്യണം. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ RBIയുടെ അംഗീകാരം ഈ ആപ്പിനുണ്ടോ, അങ്ങനെ ഒരു മെൻഷൻ ഉണ്ടോ, RBIയോ അതല്ലെങ്കിൽ NBFC അങ്ങനെ എന്തെങ്കിലും ഒരു മെൻഷൻ ഇതിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. മറ്റൊന്ന്, ഇൻസ്റ്റൻറ്റ് അപ്രൂവ്ഡ് ഇൻ 5 minutes അങ്ങനെ പോലുള്ളൊരു ഓവർ പ്രോമിസ് ഉണ്ടോ, അതായത് 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ ലോൺ അപ്രൂവ്ഡ് ആണ് എങ്ങനെയൊക്കെ പറയുന്ന ഈ ഓവർ ആയിട്ടുള്ളൊരു പ്രോമിസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ആ ആപ്പിൽ നിന്ന്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാക്കണം. ഇതെല്ലാം പറ്റിപ്പ് ആപ്പുകളാണ് എന്നുള്ള കാര്യം, നമ്മളെ പെടുത്താനുള്ള ആപ്പുകളാണെന്നുള്ള കാര്യം ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. ഇതൊക്കെ നോക്കണം. ഇതൊന്നും അല്ലെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കണം നമ്മളൊരു ചതിക്കുഴിയിൽ പെട്ടിരിക്കുകയാണ് എന്ന്. വായ്പയും പലിശയൊക്കെ പെരുകി തിരിച്ചടയ്ക്കാൻ കഴിയാത്ത നിലയിലായവരെ മറ്റൊരു ആപ്പ് ഇവർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. അതുവഴി പുതിയൊരു വായ്പ കൂടി ഇവർക്ക് പാസ്സാക്കി കൊടുക്കും. ഈ തുക മുഴുവൻ ആദ്യത്തെ വായ്പയിലേക്ക് വരവ് വെച്ചിട്ട് ഉപഭോക്താവിനെ കടക്കണിയിലാക്കും. അതേപോലെ പണം യഥാസമയം തിരിച്ചടച്ചാലും ചിലപ്പോൾ രക്ഷയുണ്ടാകണമെന്നില്ല. ഉപഭോക്താവ് ആവശ്യപ്പെടാതെ തന്നെ മറ്റൊരു വലിയ തുകയുടെ വായ്പ കൂടി ഇവരുടെ അക്കൗണ്ടിലേക്ക് പാസ്സാക്കി കൊടുക്കും. ഇങ്ങനെ ഒരാളിനെ വീണ്ടും 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 കടക്കണിയിലാക്കുന്നതും ഇവരുടെ ഒരു പരിപാടിയാണ്. ചൈനീസ് പശ്ചാത്തലത്തിലുള്ള മൊബൈൽ ആപ്പുകളാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കിയതോടെ ചില ആപ്പുകൾ കേന്ദ്ര സർക്കാർ നേരത്തെ നിരോധിച്ചിരുന്നു. എന്നാൽ ഈ ആപ്പുകൾ തന്നെ, നിരോധിച്ച ആപ്പുകൾ തന്നെ വീണ്ടും വേഷം മാറി എത്തുകയും ആളുകളെ വഞ്ചിക്കുകയും ചെയ്തതായിട്ട് പരാതിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടേറെ പരാതികൾ സൈബർ ക്രൈം സ്റ്റേഷനിൽ ലഭിക്കുന്നുണ്ട്. ഇതിൽ ചിലതൊക്കെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഭൂരിഭാഗം പേർക്കും ദുരനുഭവം ഉണ്ടാകുമ്പോൾ അത് വാർത്തകളാകുമ്പോൾ നമുക്ക് അത് തന്നെ ആവുമല്ലോ ഹൈലൈറ്റ് ചെയ്യുക. എനിവൈസ്, സുരക്ഷിതമായി എങ്ങനെ ഈ ഇടപാടുകൾ നടത്താം എന്ന് പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ ഒക്കെയും ആവർത്തിച്ച് പറയുന്ന പോലെ RBIയുടെ അപ്രൂവൽ ഉണ്ടോ എന്ന കാര്യം പ്രത്യേകം നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒന്ന്. മറ്റൊന്ന്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും വായിക്കാതെ അവരെന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വായിക്കാതെ ചുമ്മാ ഒരു എഗ്രി ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യരുത്. അതെല്ലാം വായിച്ചു നോക്കി അതൊന്നും ഉടായിപ്പല്ല, അതെല്ലാം വിശ്വസനീയമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ആ ഒരു എഗ്രി ബട്ടൺ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. മറ്റൊന്ന്, നമ്മുടെ കോണ്ടാക്ട്സ് അതേപോലെ ഗാലറി ആക്സസ് ഇതൊക്കെ ആവശ്യപ്പെടുന്ന ആപ്പുകളാണെങ്കിൽ ദയവ് ചെയ്ത് അതിനെ ഒഴിവാക്കി വിടണം. അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിലും ജാഗ്രത പാലിക്കണം. എന്തൊക്കെ ഷെയർ ചെയ്യണം, എന്തൊക്കെ ഷെയർ ചെയ്യേണ്ട എന്നുള്ളത് നമ്മുടെ മാത്രം കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെ ചെയ്യണം. ഇനി എങ്ങാനും നമ്മളൊരു ചതിക്കുഴിയിൽ പെട്ടു എന്ന് കരുതുക. അങ്ങനെ പെട്ടാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഉടൻ തന്നെ സൈബർ ക്രൈം പോർട്ടലിൽ നമ്മളൊരു പരാതിപ്പെടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ നമ്മുടെ ജീവൻ കളയാനോ അതല്ലെങ്കിൽ നാട് വിട്ടു പോകുകയല്ല വേണ്ടത്. ഉടൻ തന്നെ അടുത്തുള്ള സൈബർ ക്രൈം പോർട്ടലിൽ പരാതിപ്പെടണം. അതല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചാലും മതി. ഈ ആപ്പിനെ ഇൻസ്റ്റാൾ ചെയ്ത് പെർമിഷൻസ് റീവോക്ക് അതും ചെയ്യേണ്ടതാണ്. ആപ്പിനെ ആദ്യം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ പെർമിഷൻ റീവോക്ക് എന്നുള്ളത് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും പെട്ടുപോവുകയാണെങ്കിൽ തന്നെ ആദ്യം ഈ പറഞ്ഞ പോലെ അടുത്ത പോലീസ് സ്റ്റേഷനിലോ സൈബർ ക്രൈം പോർട്ടലോ പരാതി നൽകുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം.